ഇത്രയും വിശ്വസിച്ച് ചേച്ചി ആയോണ്ടല്ലേ തന്നത്, ഇതെന്തോ പരിപാടിയാന്നൊക്കെ ചോദിച്ചത്. പ്രശ്നം ഭയങ്കര ക്രീം മാത്രമേ ഉള്ളൂ, കേക്കിന്റെ അംശം പോലും ഇല്ല, മൊത്തം ക്രീം മാത്രം. എനിക്കങ്ങ് സങ്കടമായിപ്പോ. അപ്പൊ ഞാനും രാഹുലേട്ടനും 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് പോകുന്നത്. ഒരു സർപ്രൈസ് വിസിറ്റ് ആണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ വരുന്നെന്ന് കുഞ്ഞമ്മയ്ക്കും ചിറ്റപ്പനും ഒരറിവുമില്ല, വരത്തില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ മീനാക്ഷിയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അവള് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗ്രാമീൺ ബേക്കറി രാഹുലേട്ടന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ ചെന്ന് വാങ്ങിച്ചോണ്ടാണ് പോയത്. പിന്നെ നേരെ ഞങ്ങൾ കൈമാസ് ഷോപ്പിംഗ് സെന്ററിൽ പോയി ഒരു ഗിഫ്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്ത് അത് വഴിയെ കാണിച്ചു തരാം. അപ്പൊ അതുപോലെ പറയാതെ ചെല്ലുന്നതുകൊണ്ട് തന്നെ രഹസ്യ കോൺവെർസേഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ റെയിൽവേ ക്രോസിൽ നിർത്തിയിട്ടപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ എത്താറായി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു നേരെ പോരെ, പെയ്യെ വന്ന് റൂമിൽ കയറിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം സെറ്റായി ഞങ്ങള് നേരെ പോവുക. നല്ല രസമായിരുന്നു കേട്ടോ, ഇങ്ങനെ സർപ്രൈസ് ആയിട്ട്. കുഞ്ഞമ്മയ്ക്കൊന്നും ഒരു ഇതുമില്ല, ഞങ്ങൾ വരുമെന്നില്ല. ആകെ അവരും മീനാക്ഷിയും കൂടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടെന്ന് ചിലപ്പോൾ അറിയാമായിരിക്കും, അതെന്തായാലും കുറെ നാളായിട്ടുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ വരുമെന്നോ ഇതൊന്നും ഒരു ഇതുമില്ല. അപ്പൊ ചിറ്റപ്പനും കുഞ്ഞമ്മയുടെ ഒക്കെ എക്സ്പ്രഷനും ഒക്കെ കാണാൻ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. അങ്ങനെയാണ് ഞങ്ങൾ ചെന്നത്. ഇതാണ് ഏവൂരെ വീട്, നമ്മുടെ മഞ്ജുക്കുഞ്ഞമ്മയുടെയും മുരളി ചിറ്റപ്പന്റെയും മീനാക്ഷിയുടെയും ഭവനം. അപ്പൊ ഞങ്ങൾ നേരെ ചെന്നപ്പോ മീനാക്ഷിയുടെ ചങ്ക് കൂട്ടുകാരി വിന്നിയും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ ഒരു വലത് കൈ എന്നൊക്കെ പറയത്തില്ലേ, എവിടെ പോയാലും ഈ വേതാളവും വിക്രമാദിത്യനും പോലെ ഈ വിന്നിയും കൂടെ ഉണ്ട്. അപ്പൊ അവരവിടെ ഡെക്കറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു ചിറ്റപ്പനും കുഞ്ഞമ്മ എന്തിയെ? അവരെ റൂമിലാക്കിയേക്കുക ചേച്ചി, അവർക്കറിയാം എന്തോ പറയുന്ന ഒരു കേക്ക് കട്ടിങ്ങോ ഒക്കെ ഉണ്ടാവുമെന്നറിയാം, പക്ഷെ നിങ്ങൾ വരുമെന്ന് അറിയത്തില്ല, നിങ്ങൾ കയറിക്കോ, അതാണ് ശരിക്കും സർപ്രൈസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ താണ്ട റൂമിലോട്ട് കയറ്റി അടച്ചിട്ട്. ഞാനും കുഞ്ഞും ദച്ചുവും രാവിലേട്ടനൂടെ ആ റൂമിൽ ഇരുന്നു. കുഞ്ഞമ്മയ്ക്കൊന്നും ഞങ്ങൾ വരുമെന്ന് അറിയത്തില്ല. ഞങ്ങള് ഇടയ്ക്ക് എന്താ കുഞ്ഞിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോ ഈ മിണ്ടല്ലേ കുഞ്ഞി മിണ്ടല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 7:15 ആയപ്പോ തന്നെ ഡെക്കറേഷൻ ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. മീനാക്ഷിയും വിന്നിയും കൂടെ എല്ലാം സെറ്റ് ചെയ്തു. ഇനിയും കുഞ്ഞമ്മയും ചിറ്റപ്പനെയും വിളിച്ചാൽ മതി. അപ്പൊ കേക്ക് ഒക്കെ കൊണ്ടുവച്ചു. ഇതാണ് കേക്ക്, നല്ല അടിപൊളി കേക്ക് അല്ലേ? ഇഷ്ടപ്പെട്ടവരൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഗ്രാമീൺ ബേക്കറിയിലാണ് ചെയ്തത്. ശരിക്കും രാവിലെ മഞ്ജുക്കുഞ്ഞമ്മയെ ഞാൻ വിഷ് ചെയ്യാൻ വിളിച്ചപ്പം കുഞ്ഞമ്മ ചോദിച്ചു വൈകിട്ട് വരുന്നോ മോളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കുഞ്ഞമ്മ, കുഞ്ഞുങ്ങൾക്ക് അസുഖമൊക്കെ, അതുകൊണ്ട് വരുന്നില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അതുകൊണ്ട് ശരിക്കും ഒരു സർപ്രൈസ് ആയി കേട്ടോ. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി. ഒരുപാട് സന്തോഷമായി. ശരിക്കും കുഞ്ഞമ്മയുടെ മുഖത്തു നിന്ന് അറിയാൻ പറ്റും എത്രമാത്രം സന്തോഷമുണ്ടെന്ന്. പാവമാണ് കേട്ടോ മഞ്ജു കുഞ്ഞമ്മ. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കൊക്കെ വഴക്കിടാറുണ്ട്. എന്താന്ന് വെച്ചാൽ സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള ചില വഴക്കൊക്കെ. ഞാനപ്പോ പറയും ചെയ്യും മഞ്ജു കുഞ്ഞമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ. അതെടി മോളെ, നിന്നെ എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നീ ഇങ്ങോട്ടൊക്കെ അങ്ങനെ എപ്പോഴും വരാത്തോണ്ടല്ലേ ഞാൻ ഓരോന്നൊക്കെ പറയുന്നതൊക്കെ പറയും. എന്റെ കുഞ്ഞമ്മ ഒരു പാവമാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ഗിഫ്റ്റ്. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒത്തിരി ഉണ്ടായിരുന്നു കൈമാസില്, പക്ഷെ കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഒരു കൃഷ്ണനും രാധയുമായിരുന്നു ഞാൻ കൊടുത്തത്. കേക്ക് ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ ചേട്ടൻ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷം ഫോട്ടോ എടുക്കുന്ന കുറച്ച് തിരക്കിലാണ്. ദച്ചൂട്ടൻ ബലൂണുമായിട്ട് കളിക്കുമായിരുന്നു. നമ്മുടെ മീനാക്ഷിക്കും വിന്നിക്കും ഒരു ചാനലുണ്ട്, അവർ അതിലേക്കുള്ള വീഡിയോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. കുഞ്ഞിക്കൊരു ബലൂൺ കിട്ടി, അവൾ അതും കൊണ്ട് കളിച്ചോണ്ടിരിക്കുക. ഇത്രയും വിശ്വസിച്ച് ചേച്ചി ആയോണ്ടല്ലേ തന്നത്, ഇതെന്തോ പരിപാടിയാന്നൊക്കെ ചോദിച്ചത്. പ്രശ്നം ഭയങ്കര ക്രീം മാത്രമേ ഉള്ളൂ, കേക്കിന്റെ അംശം പോലും ഇല്ല, മൊത്തം ക്രീം മാത്രം. എനിക്കങ്ങ് സങ്കടമായി പോയി. അയ്യേ ചുമ്മാതാ, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് കസ്റ്റമൈസേഷൻ അതുപോലെ കിട്ടുന്നത്. പറ്റിച്ചേ.
നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ലുക്കും ഉണ്ട്. അയ്യോ, നല്ലതായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ പിക്ചർ അയച്ചേ അതുപോലെ തന്നെ തന്നു. പ്രാങ്ക് തന്നതാ. സത്യത്തിൽ അഭിലാഷേട്ടനെ കുറെ നേരം പറ്റിക്കണം എന്നൊക്കെ വിചാരിച്ചാ ഞാൻ വിളിച്ചെ. പക്ഷെ ആ പാവത്തിന്റെ സൗണ്ട് കേട്ടപ്പോ എനിക്ക് പറ്റിക്കാൻ തോന്നിയില്ല. ഒത്തിരി നേരം അങ്ങ് വിഷമിച്ചതുപോലെ തോന്നി. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് പറ്റിക്കൽ അങ്ങ് നിർത്തി. ശരിക്കും നല്ലൊരു പ്രാങ്ക് തന്നെ കൊടുക്കാനായിരുന്നു വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഒരു 9:30 ആയപ്പോ ഫുഡ് എല്ലാം സെറ്റ് ചെയ്തു. നല്ല അടിപൊളി മന്തിയും നല്ല പെരി പെരി അൽഫാമും ആയിരുന്നു ഡിഷസ്. ഒരു പാട്ട് പാടുന്നോ? പാടി ഇപ്പൊ ഭക്ഷണം കഴിക്കുക, അതുകൊണ്ട് ഫുഡ് കഴിക്കാം. സ്നേഹത്തിൽ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കും പൂക്കാലം, ചോദിപ്പൂ നീ പൂജിപ്പൂ ഞാൻ കണ്ണീരും തേനും പനിനീരായി താനേ. മതി. ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞൊരു പായസം കൂടെ ഉണ്ടായിരുന്നു. ചിറ്റപ്പന്റെ വകയാണ്. ചിറ്റപ്പൻ നല്ലൊരു കുക്കാണ്. ചിറ്റപ്പൻ നല്ലതുപോലൊരു പായസമൊക്കെ ഉണ്ടാക്കി. നേന്ത്രപ്പഴം പ്രഥമൻ ആയിരുന്നു, നല്ലതായിരുന്നു. അപ്പൊ അതും കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗെയിം ഒക്കെ ആയിരുന്നു. നമ്മുടെ ദച്ചൂസ് ചിറ്റപ്പനെ കൊണ്ട് എന്തൊക്കെയോ ഗെയിം കളിപ്പിക്കുക, അപ്പൂപ്പ എന്ന് വിളിച്ചിട്ട്. അപ്പൊ കുഞ്ഞിനെയും കൊണ്ട് മഞ്ജുക്കുഞ്ഞമ്മ മുറ്റത്ത് നടക്കുക, പൂച്ചയോ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു. അവർക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. ഓക്കെ, ബൈ.